ഞാൻ രേഖ രതീഷിൻ്റെ ഒരു വിഷയം ഒന്ന് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചു വന്നതാണ്. നിങ്ങൾക്ക് വളരെ അതായത് എന്താ പറയുക, എല്ലാവർക്കും ഇത് സൂഹിക്കണമെന്നില്ല. എനിക്കറിയാം കമൻറ്റിൽ കൂടെ എന്നെ ഇപ്പം തരും എല്ലാവരും കൂടെയെന്ന്. നിങ്ങൾ തന്നാൽ ഒരു കാര്യം പറയാതെ പറ്റത്തില്ല കേട്ടോ. ഒരാൾ വിവാഹം കഴിക്കുന്നു, 3 വിവാഹം 4 വിവാഹമൊക്കെ കഴിക്കുന്നു. നമ്മുടെ നാലാലി എന്നെ വിവാഹം കഴിച്ചല്ലോ, 4ാമത് കിട്ടി. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് ഒരുമാതിരി പയ്യാരം പറയുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിനകത്തൊരു ന്യായം ഉണ്ടെന്ന് പറയാം. രേഖ അങ്ങനെ യാതൊന്നും പറയാത്തടുത്ത് രേഖയെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്ന് പറയാതിരിക്കുക. ഇനി നിങ്ങളൊരു മാരേജ് കഴിക്കുകയാണെങ്കിൽ പോലും അത് പബ്ലിക്കിൽ പറയാതിരിക്കുക. പറഞ്ഞാൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ പോകേണ്ട വണ്ടി ലെഫ്റ്റിൽ തന്നെ പോകാതെ റൈറ്റിലേക്ക് കയറി പോയാൽ എന്ത് സംഭവിക്കും? ആക്സിഡന്റ് സംഭവിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ലെഫ്റ്റ് തന്നെ പിടിച്ചു പോകണം, റൈറ്റിലേക്ക് ചാടി കയറരുത് എന്ന് പറയുന്നത്. അതേപോലെ ഒരു ടേം തന്നെയാണ് ഇത്. നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പബ്ലിക്കിൽ വന്ന് പറയുക, അല്ലാത്തത് പറയാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാതിരിക്കുക. ഓൾറെഡി വേഴ്സ്റ്റ് കണ്ടീഷനിലാണ് രേഖ ഉള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. എനിക്ക് നല്ല ഡിപ്രഷനിലാണ് പുള്ളിക്കാരത്തി എന്ന് തോന്നുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ ചെയറിലോട്ട് ഇരുന്നിട്ട് ഉണ്ട നടക്കും, അയാളെ നാട്ടുകാരെടുത്ത് വെച്ച് കൊടുക്കുന്നു. അപ്പോഴാണ് എനിവേ ഈ കേസിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ മാനനഷ്ടം കൊടുക്കാൻ പറ്റും. ഒരു ചാനലുകാർ നമ്മളെപ്പറ്റി അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയാൽ മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റും. കുറേ നാൾ അവരെ ഇട്ട് നടത്തിക്കാം. അതിനപ്പുറം നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ സംഗതികളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല വെച്ചാൽ ആ കേസിൽ വിധി വരും, അവർക്ക് നഷ്ടം കൊടുക്കേണ്ടി വരും. അതേസമയം അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണെങ്കിൽ അത് കേസ് അവർക്ക് മറ്റവർക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരും. നിയമം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെയൊക്കെ പുറകെ പോകാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എത്ര തന്നെ അപകീർത്തി കേസുകളൊക്കെ എത്ര തന്നെ മറുനാടൻ മലയാളിക്ക് വന്നിട്ടുണ്ട്. അപ്പം അവർ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇവർ ഏഷ്യാനെറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. നമുക്ക് അതിനേക്കാൾ നല്ലത്, ഏഷ്യാനെറ്റിന് കൊടുത്തിരിക്കുന്നതിനേക്കാൾ നല്ല ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ആ വീഡിയോ ഒന്ന് കേൾക്കാം. ആക്ച്വലി ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് യൂട്യൂബറിന്റെ പേര് പറഞ്ഞില്ല എന്ന് പല യൂട്യൂബേഴ്സിനും ദേഷ്യം വന്നിട്ടുണ്ട്. 1 പേര് 2 പേര് 3 പേരാണെങ്കിൽ എനിക്ക് പറയാം. ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സാണ് ഇടുന്നത്. 15, 20, 25 ഇത്രയും പേരുടെ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സംസാരിക്കണം തോന്നിയപ്പോൾ ആരോടെങ്കിലും ഷെയർ ചെയ്യണം തോന്നി. ഞാൻ പല പ്രാവശ്യമായിട്ട് സ്റ്റേഷൻസ്, കമ്മീഷൻ ഓഫീസ് എല്ലാം പോയിട്ടുണ്ട്, പല വർഷങ്ങളായിട്ട്. എനിക്ക് അപ്പോഴെല്ലാം നിങ്ങൾ ബോൾഡല്ലേ, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്തൂടെ, എന്തിനാ ഇതെല്ലാം ഇതിന് കൊടുക്കും, കുറച്ച് ദിവസത്തേക്ക് പിന്നെയും ഇത് റീസ്റ്റാർട്ട് ആകും. ഇപ്പം ഇങ്ങനെ പല പ്രാവശ്യം ആയപ്പോൾ അന്ന് കുഞ്ഞ് ചെറുതായിരുന്നു, ഇന്ന് കുഞ്ഞ് വലുതായി. ഇപ്പം ഈ പറയുന്നത് പോലും എത്ര പേര് ഇതിനെ വേറെ രീതിയിൽ ചിന്നി മാറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ എനിക്ക് വന്ന പ്രയാസം, കുറച്ചും കൂടെ കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. സങ്കടം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനത് നിർത്തിയത്. പക്ഷെ അതിനെ പോലും ഞാൻ അഭിനയിച്ചതാണെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ കണ്ടായിരുന്നു, അതും വലിച്ചു ചീന്തിയിട്ടുണ്ട്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും പണ്ട് ഏതോ ഒരു ചാനലിൽ ഞാൻ ഇങ്ങനെ ചെയ്തു. കഥ അറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയാൻ മേലാത്തവർ ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോർട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാൻ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാം. നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ഇനി ഞാൻ കല്യാണം കഴിക്കൂ കഴിക്കാതിരിക്കൂ, ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. എൻ്റെ പേഴ്സണൽ കാര്യം അറിയിക്കാൻ ഞാൻ മരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ചാനൽസ് അറിയിക്കും, അല്ലേ? അത് മതി. എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എനിക്ക് ഇത്രയും ഈ 2 ദിവസം 3 ദിവസമായിട്ട് ഇപ്പൊ പറയാം, ഞാൻ ഏബാക് ഡിബേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ 2-3 സ്ത്രീകൾ പച്ചനിരുന്ന് പുച്ഛമായി ചിരിച്ച് എന്തിന് ഇത്രമാത്രം, ഞാൻ ആ പിള്ളേർ ആരായല്ലേ? എന്റെ പ്രായത്തിന്റെ ഏകദേശം കുറച്ചു പോലും ഇല്ല, അല്ലേ? എനിക്കറിയത്തില്ല, ഇനി എന്നേക്കാൾ പ്രായം കൂടുതലും പക്വത ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയത്തില്ല. ഇനി ഇപ്പൊ ഇത് പറയുന്നതും തെറ്റായി മാറുമെന്ന് എനിക്കറിയത്തില്ല. CM കൊടുത്ത പരാതിയിൽ ഞാൻ വിശദമായിട്ടും ആരൊക്കെയാണോ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അത് DGPയിലേക്ക് പോയിട്ട് കാര്യമായ രീതിയിൽ എനിക്കുള്ള സപ്പോർട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാനാണ്, ചെയ്തു, സന്തോഷമുണ്ട്, എല്ലാവർക്കും നന്നായി ജീവിക്കണം. പക്ഷേ ഞങ്ങളെ പോലുള്ളവരും സാധാരണക്കാരെയും വലിച്ചു കയറി പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഒരു രൂപ ഉണ്ടാക്കല്ലേ? ഒരുപാട് പേരുടെ പ്രാക്കുകളുണ്ടാവും, നിങ്ങളത് മനസ്സിലാക്കണം. എന്റെ മകൻ 9 പഠിക്കണം, ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പിള്ളേരെന്ന് പറയണം തുണി മാറുന്നത് പോലെ 10 കുട്ടി മാറുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് നിങ്ങൾക്ക് നാളെ മക്കൾ
മക്കൾ ഉണ്ടാകത്തില്ലേ പിള്ളേരെ? നിങ്ങളൊരു അമ്മയുടെ പറ്റുന്നതിനല്ലേ ഉണ്ടായി വന്നത്? ഭയങ്കര മോശമായിട്ടാ, അൺസൈക്കബിൾ ആണ്. ഇവരേറ്റവും കൂടുതൽ ഇവരേറ്റവും കൂടുതൽ പറഞ്ഞത് അബാക്ക് ആ ചാനലിന്റെ പേര് ഞാൻ പറയാം, എനിക്കത് വായിക്കൊള്ളുന്നില്ല. അതിന് മുമ്പ് ഇവർ പേഴ്സണൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇതൊരു വാർത്താ ചാനലിന് കൊടുത്തതാണ്, ഫസ്റ്റ് ചാനലിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. വെറും മാധ്യമമാണ് ഏഷ്യാനെറ്റ്, അങ്ങോട്ടുകൊണ്ട് കൊടുക്കാത്ത കുഴപ്പമേ ഉള്ളൂ. നമുക്ക് ഇവർ പേഴ്സണലി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ പറയിപ്പിച്ചത്. അതാരെങ്കിലും നോക്കിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രശ്നം മാറുമെന്നെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഹോപ്പായി. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണ് അറിയിക്കണേ എന്ന് പറഞ്ഞു ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷൻ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ വർഷങ്ങളൊക്കെ അറിയിട്ടുണ്ട്. എനിക്കതൊന്നും നേട്ടം കിട്ടിയിട്ടില്ല. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകന് വേണ്ടി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു തന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞാൽ വെച്ചു? 10-20 പേരുണ്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു വീഡിയോ പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1-2-3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എബാക്ടി ബീച്ച് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഇതിൽ ഈ മറുനാടൻ മലയാളി, സിനി ലൈഫാണ് ആദ്യം ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഇത് ബാക്കിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ്. എന്നെ മാനസിക സംഘർഷത്തിൽ വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എബാക്ടി ബീച്ച് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, ഹറാസ്മെന്റ് നിങ്ങൾ കണ്ടു നോക്കും. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങ് അറ്റമായിരുന്നത്. ഞാൻ എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് ഒന്ന് ചോദിക്കാം, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദർ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട, പക്ഷേ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ തരരുത് പ്ലീസ്. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നെ സപ്പോർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ സൗകര്യം. ഒരു കാര്യം ചെയ്യുക, സോഷ്യൽ മീഡിയ എങ്കിലും ക്ലോസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ കാണുന്ന തക്കവണ്ണമുള്ള ഒരു ആക്സെപ്റ്റൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ അത്രത്തോളം പ്രവൃത്തി ദോഷങ്ങളുണ്ട്. ഇനി നിങ്ങൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയോ ഒരു വ്യക്തതയോ ഒക്കെ പറഞ്ഞാൽ പോലും അത് മനസ്സിലാകുന്ന തക്കവണ്ണം നിങ്ങളത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല, വൈകിപ്പോയി. ഇനി അവസരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല വഴി. അതൊരു വഴി. ഇനി ഇവർ ഈ പറഞ്ഞ എന്താ അബാക്ക്, ഞാൻ അവരുടെ ചാനലിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. 2 വീഡിയോസ് ഉണ്ട്. 2 വീഡിയോ, ഒരെണ്ണം രേഖ രതീഷിൻ്റെ വിവാഹത്തിലേക്ക് എന്നാണ് ആദ്യത്തെ അവരുടെ ഒരു ക്യാപ്ഷൻ. ആ ക്യാപ്ഷനിൽ വന്ന മുഖ്യധാരാ മാധ്യമത്തിന്റെ ഒരു ന്യൂസ് കാർഡ് ഞാൻ വായിക്കാം. പുതിയൊരു ജീവിതത്തിലേക്ക് എന്ന നടി രേഖ രതീഷ് 5ാം വിവാഹം ആ നടനുമായി. 5ാം വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ 5ാം വിവാഹം എന്ന് പറയുന്നത് എന്താണ് ഇത്ര വലിയ സംഭവമെന്ന്. ഇപ്പൊ നമുക്ക് മാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, എല്ലാം ഒരു വ്യൂസ് ആണല്ലോ എല്ലാവർക്കും ഇമ്പോർട്ടന്റ്. അതാണ് സർക്കുലേഷൻ വാല്യൂ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ജനത, മലയാളത്തിലാണ് കാർഡ്, അപ്പോൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് ഈ 5ാം വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും വലിയൊരു സംഭവമാണ്. ഒരു സ്ത്രീയോ പുരുഷനോ ഒരു ബന്ധത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്, മറ്റൊരു വിവാഹം കഴിക്കുന്നതൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ 5ാം വിവാഹം എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ പോലും 5ാം വിവാഹം ചെറിയ പ്രായമാണ്. ഈ പറയുന്ന ഇവരിത് പറഞ്ഞ് ഇവരെ അവസാനം അങ്ങ് ശരിക്ക് കളിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരത്തിൻ്റെ ഒരു കംപ്ലൈന്റ്. ഏകദേശം ശരിയാണ്. അവർ പറഞ്ഞു നല്ല കളിയാക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഒരു ബ്ലോഗ് കാണുന്ന സമയത്ത് സെപ്പറേറ്റഡ് ആണ് രണ്ടുപേരുടെയും അക്കൗണ്ടിൽ അറിയുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യില്ലായിരിക്കും. ഇതൊന്നും കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും ഇതുപോലെ വേർപിരിഞ്ഞു പോകുന്നത്. ഇതുപോലെ നമ്മുടെ രേന ഫാത്തിമയും പാർട്ട്ണറും ഇത് നിങ്ങൾ നേരിട്ട് പോയി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്ത് തന്നെ ആയിരുന്നാലും വളരെ വൃത്തികെട്ട രീതിയിലാണ് അവരത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്. അത് വന്നതാണ്, അതാണ് ഇതിനകത്ത് കോമഡി. വരട്ടെ. അത് ഒരു ദിവസം മുമ്പിട്ട വീഡിയോ ആണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനാണ് രേഖയെ കടിച്ചു കീറി ചെന്നായി കൂട്ട. ചേടാ, ഇവളുമാരെയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അവളുമാര് നമുക്കിട്ടാണ് താങ്ങുന്നത്, ബാക്കിയുള്ളവർക്കിട്ടാണ് താങ്ങുന്നത്. മുൻനിരയിലെ വലിയ വേട്ടക്കാർ. ഇത് പറഞ്ഞിട്ട് 3 പേരുണ്ട്, 1, 2 അല്ല 3 പേരുണ്ട് ഇത്തവണ. രേഖ രതീഷ് കഴിഞ്ഞ ആഴ്ച അവരുടെ 5ാം വിവാഹമാണ് ആ നടനുമായി എന്നൊക്കെ പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കാർഡ് ഇറക്കുന്നുണ്ടായിരുന്നു, വെബ് ന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, വാർത്തകൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ ഇവർ പ്ലേറ്റ് പറിച്ചു. ഇവർ പറയുന്നത് യൂട്യൂബർമാർ, എനിക്കൊന്ന് രേഖ രതീഷ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് യൂട്യൂബർമാർ എനിക്കെതിരെ അപകീർത്തികരമായ വീഡിയോസ് ചെയ്യുന്നു, അതിൽ വിഷമമുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകും. ഇത് രേഖ രതീഷിന്റെ കയ്യിൽ നിന്ന് പാളിച്ചയാണ്. അതെന്താണെന്നറിയാമോ?
ഇവരാണ് യഥാർത്ഥത്തിൽ അവരെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഇവരുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇവരുടെ മകൻ അവരോട് ഈ കാര്യം വന്ന് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഗൂത്തിച്ചി ഉണ്ടല്ലോ, അവളും ഇരുന്നുകൊണ്ട് പറഞ്ഞത് ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മാറ്റുന്നത് കണക്ക് ഭർത്താവിനെ മാറ്റിയെന്ന് അവരും പറഞ്ഞെന്ന് പറയുന്നു. അത് പിന്നെ ഞാൻ പറയുന്നില്ല. അവരുടെ മകൻ പറഞ്ഞൊരു വോയിസ് ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട്. അതിനകത്ത് പിന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ അവർ എങ്ങനെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്, രഹസ്യമായി ചെയ്യുന്നു എന്നുള്ളത്. ഇവർ വിവാഹമല്ലേ കഴിക്കുന്നത്, മറ്റേത് സെറ്റപ്പാണ്. സെറ്റിംഗ് ആണ് അവരുടെ കളി. എനിവേ, അതും പിന്നെ കുറേ വായ്ത്താളമൊക്കെ അടിക്കുന്ന ഒരു സ്ത്രീയാണ്. സോ അവർ നമ്മളെടുത്താലും ഒരു വലിയ കുറ്റമുണ്ടെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അവരെ വായി ശരിയല്ലാത്തതുകൊണ്ട് വായ് വട്ടത്തിന് വേണ്ടിയിട്ട് തിരിച്ചു കിട്ടുന്നതാണ്. ഇത് രേഖ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അവരവരുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്യുന്നു. അത് വിവാഹമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലരും എടുത്തത്. ഇനി വിവാഹമാണെങ്കിൽ തന്നെ അത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അവർ വിവാഹം കഴിക്കാൻ പോണു എന്നുള്ളത് ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം വരുന്നു. എല്ലാവരും കൂടെ അങ്ങോട്ട് ചാടി വീഴുന്നു. പിന്നെ പലരും പറയുന്നത്, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ കേസ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഭാഗവും കേട്ടിട്ടില്ല, ഒരു ഭാഗം മാത്രമേ കേട്ടുള്ളൂ. അന്നത്തെ വീഡിയോയ്ക്കകത്ത് ആ പെൺകുട്ടി, അതായത് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ്, അയാളുടെ ഒരു ഇരിപ്പും അയാളുടെ ഒരു വശപ്പിശകുള്ള സംസാരമൊക്കെ കേട്ടപ്പോൾ തന്നെ ഇത് രേഖയ്ക്കും തിരിച്ച് പണി കൊടുത്തിട്ട് അവൻ പോകും എന്നുള്ളത് ഉറച്ച കാര്യമായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല അന്നത്തെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അയാളെ നീ എടുത്തോ എന്ന് ഈ പെണ്ണ് പറഞ്ഞു എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് പോയി ഡിമാൻഡ് ചെയ്യരുത്. അവൾ പ്രഗ്നൻ്റ് ആയ ശേഷം ആ കുട്ടിയുമായിട്ടിരിക്കുന്ന അവസരത്തിൽ പോയി ഡിമാൻഡ് ചെയ്യുന്നത് അല്പതരം തന്നെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അന്ന് അവതാരിക പോലും ആ പെൺകുട്ടിക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. ആർക്ക്? രേഖയ്ക്ക് സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾക്കള്ളികളോ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്നതിനപ്പുറം ഞാൻ അതിൻ്റെ ഡെപ്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൽ രേഖയ്ക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാതെ കൂടടച്ചങ്ങ് പറഞ്ഞു. അതാണ് എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്തത്. ഇപ്പോൾ ഉള്ള വീഡിയോയിലും അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ കൂടടച്ച് പറയുകയാണ്, അതായത് എല്ലാവരെയും അങ്ങ് പറയുകയാണ്. അങ്ങനെ ചെയ്യാതിരിക്കൂ പ്ലീസ്. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളൊരു വീഡിയോ എടുക്കും. അപ്പോൾ പിന്നെ അത് വലിയ മോശം വരും, വലിയ ദ്രോഹം വരും. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. രേഖ എന്ന വ്യക്തിയോട് യാതൊരു ദേഷ്യമോ യാതൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പറയുമ്പോൾ അവരെ പറയും. ഇനി ഗോസിപ്പ് ചാനലുകളുണ്ട്, നിങ്ങൾക്ക് അതിനെതിരെ കംപ്ലൈൻറ്റിന് പോകാം, ഒരു കുഴപ്പമില്ല. ഗോസിപ്പ് ചാനലെന്ന് തനിച്ച് തന്നെ പറയണം. അല്ലാതെ എല്ലാ യൂട്യൂബേഴ്സുമാണ് പ്രശ്നം. 30 പേര് ചേർന്ന് എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വാർത്ത ഞാനും കണ്ടിരുന്നു. ഞാൻ എടുത്തിട്ടില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം വിവാഹം കഴിക്കുന്നത് ഒരു തെറ്റൊന്നും അല്ലെന്നേ. 1, 2, 3, 4, 5, 10 ഒക്കെ കഴിയുക, ഒരു കുഴപ്പമില്ല. ഒന്നാമത് നമ്മളിപ്പം രാധിക നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു, തമിഴ് നടി, 3ാമത്തെ കല്യാണം അവർ. അതിലിപ്പോൾ എന്താ കുഴപ്പം? സക്സസ് അല്ലേ? ആരെങ്കിലും അവരെ പഴയകാല ചരിത്രം പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നുണ്ടോ? പറയുമ്പോൾ എന്താ പ്രതാപോത്തനെ കല്യാണം കഴിച്ചു, അതിന് ഒരു വിദേശിയെ കല്യാണം കഴിച്ചു, പിന്നെയാണ് ശരത് കുമാറിനെ കല്യാണം കഴിക്കുന്നത്. അവർ അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നില്ലേ? എന്താ ഒരു തലയെടുപ്പോട് കൂടി പോകുന്നത്? എന്താ പ്രശ്നം? എന്താ? ഒരു കുഴപ്പമില്ല. പിന്നെ വനിതാ വിജയകുമാർ, അവരെ മാത്രമേ ഉള്ളൊരു പ്രോബ്ലം. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കല്യാണം കഴിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ അവന് ദൂരെ കളഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മൾ ഒരാളുമായി ബന്ധം വേർപെട്ടിട്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ ദുരവസ്ഥ തന്നെയാണ്. പക്ഷേ അല്ലാതെ നിമിഷത്തിന് ആളെ മാറ്റുന്ന വനിതയെ പോലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ എടുത്തു വെച്ച് ഏറി കയറ്റും. അത് തർക്കിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഇല്ല. രേഖ എത്രയോ കാലങ്ങളായി തനിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ്. അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ആളെ കണ്ടെത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ വിവാഹം കഴിക്കുന്നതിൽ ഇപ്പോൾ എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു കുഴപ്പമില്ല. അതവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കീ പോയിന്റ്. അവരങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതും അവർ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതിനകത്ത് അവർ വ്യക്തമായി പറയുന്നത് ഇത്ര നാളായി എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്നും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് ഒരാളെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെയാണ് എൻ്റെയും ഭാഗം. ഇതിൽ ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റിയോട് കൂടി ഇവരിത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ തന്നെ കോംപ്രമൈസായി സോൾവ് ആയി പോകുമായിരുന്നു. പകരം ഇത് വേറെ രീതിയിലൊക്കെ പറഞ്ഞതിൻ്റെ പ്രശ്നമാണ്. ഇനി നമുക്ക് ഈ ഒരു ചാനലിലേക്ക് വരാം. അബക്കസ്കസ്ക, എന്തൊരു പേരാണോ എന്തോ, എ ബാക്ക് ഡിബേറ്റ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. ഞാൻ തമ്മിൽ ആ പേര് ഞാൻ എടുത്തു കൊടുത്തേക്കാം. ഈ 3 പെൺകുട്ടികളും കൂടി ഇരുന്നു കൊണ്ട് ശരിക്കും പറയുന്നുണ്ട്, അതായത് അവരാണ് ഏറ്റവും കൂടുതൽ അവരെ അവഹേളിച്ചതെന്നും മോശപ്പെടുത്തിയതെന്നും എടുത്ത് പറയുന്നുണ്ട് രേഖ. പക്ഷേ ഈ പെൺകുട്ടികൾ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് കടിച്ചു കയറുന്നതാണ്. അതായത് അവരല്ലാതെ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് കടിച്ചു കയറുന്നു. മാത്രവുമല്ല രേഖ രതീഷ് മെയിൻ സ്ട്രീം ചാനലുകാരെ എല്ലാം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇമാതിരി യൂട്യൂബേഴ്സിൻ്റെ തലയിൽ കയറുന്നു. അത് ശരിയല്ല എന്ന്. അതായത് കമന്നും മലന്നും വീണാലും ഞാൻ അങ്ങനെ തന്നെ എന്ന ഒരു ടേമാണ് ഇവർ ഫോളോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. ആകെ മൊത്തത്തിൽ ഈ പെമ്പിള്ളേർ പറയുന്നത് ഈ വീഡിയോ കാണാൻ പോയിരിക്കുന്നവർക്ക് തലയ്ക്ക് വെളിവില്ലാതാകുന്ന ഒരു പ്രത്യേക ടേമാണ്.
41.7K സബ്ബാണ് അവർക്കുള്ളത്. 1200 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. ഒരു മണിക്കൂർ മുമ്പ് ഇട്ട് 48 വ്യൂ, 197 വ്യൂ, വളരെ ചെറിയ വ്യൂവേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം രേഖയെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. വലിയ വ്യൂ ഒന്നും ഇല്ലാത്ത ചാനലാണ്, എന്നാൽ പോലും ഇവരുടെ കുഞ്ഞ് കണ്ടത് അതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ രേഖയുടെ പേര് ഹാഷ്ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളവർ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ പോയിരുന്ന് കണ്ടാൽ പോലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണും. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ മോശം പറയുന്ന ചാനലുകൾ തുറക്കാനേ പോകാത്തത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും. ഇപ്പം രേഖ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം മകനാണ്. മകൻ ഇതൊക്കെ കാണുന്നു, അവന് നാണക്കേടുണ്ടാവും. അതെനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഈ കുപ്രചരണം നടത്തുമ്പോൾ മക്കൾക്ക് അത് ബാധിക്കും എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ മാക്സിമം യൂട്യൂബേഴ്സിനോട് ഒരു റിക്വസ്റ്റാണ്, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ, അവരെ വെറുതെ വിടൂ. അവരെ വാട് നോക്കി പോട്ടെന്നേ. അവരെന്നെ പറയുകയല്ല, എന്നെ വെറുതെ വിട്, എനിക്കിതിനകത്ത് താല്പര്യമില്ലെന്ന്. അവരാരെയും ചലഞ്ച് ചെയ്യുന്നതല്ലല്ലോ. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ആ പറഞ്ഞ 3 പേരെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അത് അർഹതപ്പെട്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വാദം. ഒന്നാമത് മറുനാടൻ മലയാളി, ലോകക്കൂറ ഉടായിപ്പാണ് അയാൾ. രണ്ടാമത്തത് ഈ പെൺപിള്ളേർ. അവരുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന ചത്ത് കിടക്കുന്ന ശവവും എഴുന്നേറ്റ് ചെവിക്കലുള്ള ഒരെണ്ണം കൂടെ മുഖത്ത് ആർപ്പിച്ചൊരു തുപ്പും കൊടുക്കും. അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കാണ് അവർ എതിർത്തിട്ടുള്ളത്, അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കാര്യപ്രസക്തമായി അവർ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഈ വിഷയം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി എടുക്കുകയുമില്ല. പക്ഷേ ഇതൊന്ന് പബ്ലിക്കിൽ പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ദയവ് ഇത് ശല്യം ചെയ്യാതിരിക്കുക. പിന്നെ സൈബർ ബുള്ളിയിങ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കമാൺ യാർ, ടേക്ക് ഇറ്റ് ഈസി, അത്രേ പറയാനുള്ളൂ. രേഖ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതൊക്കെ എന്താ പറയണത്, ഇതൊക്കെ മൈൽഡായിട്ട് എടുക്കൂ. ആൻഡ് നിങ്ങൾ പോയിട്ട് നല്ലൊരു കൗൺസിലിങ്ങിന് ഇരിക്കൂ, നല്ലൊരു ഡോക്ടറെ കാണൂ, അത്യാവശ്യം ഡിപ്രഷനുള്ള ടാബ്ലറ്റ് കഴിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, കുട്ടീനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ട്രിപ്പിനൊക്കെ പോവുക. ആൻഡ് ഫർഗെറ്റ് ദിസ്. ഇത് കഴിയും, ഇതും കടന്നു പോകും. അവർക്ക് വേറൊരു കണ്ടന്റ് കിട്ടുമ്പോൾ അവരത് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ മൊത്തം യൂട്യൂബേഴ്സിനെ പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും കൂടെ അത് എടുത്തത്. അല്ലെങ്കിൽ ആരും ഇത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇതൊരു വലിയ കണ്ടന്റായിട്ട് എടുക്കപ്പെടത്തില്ല. നിങ്ങൾ 5 കല്യാണമോ 4 കല്യാണമോ ഒന്നും കഴിച്ചെന്ന് പറഞ്ഞാൽ അതൊരു കണ്ടന്റ് അല്ല, അത് സീരിയസ്ലി അതൊരു നാണക്കേടാണ്. സ്ത്രീപക്ഷവാദികൾ ആരും അതെടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങളായിട്ട് വായ്ത്താളം പറഞ്ഞ് അതെടുക്കാനുള്ള വഴി ഒപ്പിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ പലരും പറയുന്നതായിട്ട് ഇത് ബിസിനസ് ടാക്ടിക്സ് ആണ് എന്ന്. അത് ഞാൻ അന്വേഷിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അവർ അതിനകത്ത് ജസ്റ്റ് അവരൊരു മോഡലായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അറിവ്. ഇനിയിപ്പോൾ അവർ തുടങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു സ്റ്റാറ്റിക്സ് ഉണ്ടാവത്തില്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തവന്മാരും ഒക്കെ തന്നെ അവരുടെ ബിസിനസ് എന്ന് പറയുന്ന യൂട്യൂബ് അഭിവൃദ്ധി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പരസ്യങ്ങൾ പറയാറില്ലേ? സോ അതൊരു കുറ്റമാണോ? അതൊരു ക്രൈമാണോ? അതവരുടെ ബിസിനസ് ടാക്ടിക്സ് ആണ്. ഇപ്പോൾ അവർ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമ്മളും തിരുത്തി പറയണം. ആരായിരുന്നാലും, ഏത് കൊലകൊമ്പനായിരുന്നാലും ശരി തന്നെ, അവർ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് ആരെ കൊണ്ടൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അവർ മാത്രം നീങ്ങി നിന്ന് ബാക്കിയുള്ളവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുകയാണ് വേണ്ടത്. അവർ ഈ അഭിനയിക്കുന്നവരാണ്, നടികളാണ്, അവരതുകൊണ്ട് കരയില്ല എന്ന് പറയരുത്. സത്യം പറഞ്ഞാൽ ഈ കലാകാരന്മാരൊക്കെ വേറെ അശുക്കളാണ്. ഒന്ന് തുമ്മിയാൽ തന്നെ നിങ്ങൾ പേടിച്ച് ഒരു പരിവാകുന്ന പ്രത്യേക വിഭാഗമാണ്. നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ പലരും ഭയങ്കര പാവങ്ങളാണ്. അത് മനസ്സിലാക്കുക. എനിക്ക് സത്യത്തിൽ ആ കൊച്ചു കരയണ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്തിനാ ഇപ്പോൾ? അതിൻ്റെ ആവശ്യം എന്തുവാ? അതൊരു തൻ്റെ ഇടത്തോടോ അഹങ്കാരത്തോടു കൂടി സംസാരിക്കാതെ വളരെ സമാധാനപരമായിട്ട് ഒരു റിക്വസ്റ്റ് അല്ലേ തന്നിട്ടുള്ളത്. സോ ഞാനെന്തായാലും ഇതിനെപ്പറ്റി മോശമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും പിൻവലിക്കാനില്ല. സച്ചിൻ കേസ് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ പിൻവലിച്ചിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ ഒരാൾ മനസ്സ് നൊന്ത് അത്രയും വേദനയോടുകൂടി അയാൾ അനുഭവിച്ച വേദനയെ പറ്റി പറയുമ്പോൾ മനസ്സിന് അല്പമെങ്കിലും മനസാക്ഷിയുള്ളവർ അതിനെ എടുക്കാതിരിക്കുക, അതിനെപ്പറ്റി പറയാതിരിക്കുക. അവൾ മൊത്തത്തിൽ പറഞ്ഞതല്ല, ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാവുമല്ലോ. താൻ ആക്രമിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അപ്പം മുന്നിൽ കാണുന്നതിനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്നതിനപ്പുറം പർപ്പസ്ലി അവൾ ആരെയും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. പിന്നെ കമൻറ്റ് എഴുതണം കേട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലി എങ്കിലും ഇടണം പ്ലീസ്. ഇത്രയും നേരം നിങ്ങളിതൊന്നും കണ്ടോ ഇല്ലെന്ന് തന്നെ എനിക്കറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരു സ്മൈലി എങ്കിലും ഇട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. പാവല്ലേ ഞാൻ, അത്രയെങ്കിലും ചെയ്യണ്ടേ? താങ്ക് യു സോ മച്ച്. അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.